പ്രേക്ഷകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ചിത്രങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം. തിയേറ്ററുകളിൽ വലിയ വിജയം ആ ചിത്രത്തിന് OTT റിലീസിന് ശേഷവും അതേ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമായ ഭരതനാട്യം തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായിരുന്നില്ല. എന്നാൽ OTT റിലീസിന് ശേഷം ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതോടെ രണ്ടാം ഭാഗം കൂടുതൽ ശ്രദ്ധയോടെയും പ്രേക്ഷക അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുമാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. സിനിമയിലെ ഓരോ കഥാപാത്രവും അതിൻ്റെ പ്രകടനവുമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രധാന സംസാര വിഷയം. പ്രത്യേകിച്ച് സ്വരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ഗോവിന്ദരാജ എന്ന കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സൈജു കുറുപ്പ് നായകനായെത്തിയ ചിത്രത്തിൽ സുരാജ് അവതരിപ്പിച്ച ഗോവിന്ദരാജ ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്. നാട്ടുകാരെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്ന, ആരെയും സഹായിക്കാത്ത, സ്വന്തം കുടുംബത്തിന് പോലും വെറുപ്പുള്ള ഒരാളായാണ് ഗോവിന്ദരാജയെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ശശിധരൻ നായരുടെ കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്യുകയും പണം ആവശ്യപ്പെട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഗോവിന്ദരാജയെ അബദ്ധത്തിൽ കൊലപ്പെടുത്തുന്നതും അതിനുശേഷമുള്ള സംഭവവികാസവുമാണ് സിനിമയുടെ പ്രധാന കഥാതന്തു. സിനിമ ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഗോവിന്ദരാജയുടെ മരണം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷവും കഥാപാത്രം പല രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകത എന്തെന്നാൽ മുഴുവൻ സമയവും അനക്കമില്ലാതെ ഒരു സൈഡ് ബോഡിയായിട്ടാണ് സുരാജിനെ കാണിക്കുന്നത്. കണ്ണുകൾ തുറന്ന നിലയിൽ ഒരേ ഭാവത്തിൽ കിടക്കുന്ന ആ പ്രകടനം അത്ര എളുപ്പമല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്.